ഹലോ നമസ്കാരം. പ്ലാൻ ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഗുരുവായൂരിനും കുന്നംകുളത്തിനും അടുത്തുള്ള ചൂണ്ടൽ എന്നുള്ള സ്ഥലത്താണ്. ഇവിടെ പ്രമിനും ട്രിഫോണും ദമ്പതികൾക്കും അവരുടെ മക്കൾക്കും വേണ്ടി നിർമ്മിച്ച ഒരു അടിപൊളി വീടിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇരുപത് സെന്റിൽ 2350 സ്ക്വയർ ഫീറ്റാണ് 2 നിലകളിലുമായിട്ട് ഈ ഒരു വീടിൻ്റെ വിസ്തീർണം. ഹൗസ് വാമിങ്ങിൻ്റെ തലേദിവസമാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ ചിത്രീകരിക്കുന്നത്. അതുകൊണ്ടാണ് റെഡ് കാർപ്പറ്റൊക്കെ വിരിച്ച് അടിപൊളിയാക്കിയിട്ടുള്ളത്. വീടിൻ്റെ എക്സ്റ്റീരിയറിനെ പറ്റി പറയുകയാണെങ്കിൽ കണ്ടംപററി സ്റ്റൈലിലുള്ള ഒരു പാറ്റേൺ ആണ് വീടിന് കൊടുത്തിരിക്കുന്നത്. ഒരു വൈറ്റും ബ്ലൂവും തീമിലാണ് പെയിന്റുകൾ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ കതകുകളും ജനലുകളും ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ ഫ്ലോറിംഗ് ആയി കൊടുത്തിരിക്കുന്നത് വെട്രിഫൈഡ് ടൈലുകളാണ്. 6x4 ഗ്രേ ടിൻറ്റിലുള്ള ടൈലുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പില്ലറുകളിൽ കൊടുത്ത ഡിസൈൻ കണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമായോ? സാധാരണയായിട്ട് എല്ലാ വീടുകൾക്കും ഇപ്പോൾ ക്ലാഡിംഗ് ആണ് കൊടുക്കുന്നത് അല്ലേ, ടൈല് വെച്ചിട്ടുള്ള ക്ലാഡിംഗ്. പക്ഷേ അതിന് വിപരീതമായിട്ട് ഇവിടെ പെയിന്റുകൾ ഉപയോഗിച്ച് ഒരു ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു വിൻഡോ കണ്ടോ? ഇതൊരു സി ഷേപ്പിലാണ് ഈ ഒരു വിൻഡോ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിന് നടുവിലായിട്ട് ഒരു LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇതിന് താഴെയായിട്ട് ഒരു അക്വേറിയവും കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ സമയത്ത് അത് ഓപ്പൺ ആയിരുന്നെങ്കിലും ചെറിയ കുട്ടികളുള്ളത് കൊണ്ട് അതിന് മുകളിൽ ഗ്ലാസ് ഇട്ട് ഒരു ഭാഗം ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗ്രില്ലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് കോർണർ വിൻഡോ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ ഒരു ക്രോസ് ഡിസൈനായിട്ട് ഒരു ഗ്രൂവ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഈ ഒരു ഏരിയയിൽ ഹൊറിസോണ്ടലായിട്ട് ഗ്രൂവും കൊടുത്തിരിക്കുന്നു. പാരപ്പറ്റിലും താഴെ കൊടുത്തിരിക്കുന്ന സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എക്സ്റ്റീരിയറിലെ മറ്റൊരു ആകർഷണമാണ് ഈ ഒരു ഹാൻഡ് റെയിൽ. GI റോഡ് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. മുകളിലായിട്ട് റെക്റ്റാങ്കിൾ പൈപ്പും കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് വീടിനുള്ളിലേക്ക് കയറാം. അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 2 വുഡ് ആൻഡ് സിംഗിൾ ചെയറും കൊടുത്തിരിക്കുന്നു. സിറ്റ് ഔട്ടിലെ പ്രധാന ആകർഷണം ഈ ഒരു മെയിൻ ഡോർ തന്നെയാണ്. ഏകദേശം 4 അടിയോളം വീതിയിലാണ് ഈ ഒരു മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. ടീക്കിൽ ചെയ്തെടുത്ത അധികം കണ്ടുപരിചയമില്ലാത്ത ഒരു ഡബിൾ ഡോർ ഡിസൈൻ തന്നെയാണ് ഇത്. മെയിൻ ഡോർ കയറി ചെല്ലുന്നത് ലിവിങ് ഏരിയയിലേക്കാണ്. താഴത്തെ നിലയിൽ 6x4 പ്രിന്റഡ് പാറ്റേണുള്ള ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്നത് ഒരു ഷോക്കേസ് ആണ്. ഏകദേശം ഒരു 6 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു കോർണർ സോഫയും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനു അരികിലായിട്ടാണ് ഇവിടുത്തെ രൂപക്കൂട് കൊടുത്തിരിക്കുന്നത്. MDFിലാണ് ഈ ഒരു ഫർണിച്ചറെല്ലാം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് സീബ്ര ബ്ലൈൻഡ്സ് ആണ് വിൻഡോസിനെല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ലിവിങ് ഏരിയ ഒരു ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മുകളിലായി ഷാൻലിയർ എല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഷോക്കേസ്. GI പൈപ്പിൽ ഫ്രെയിമുകൾ ചെയ്ത് അതിനുള്ളിൽ വുഡ് ആൻഡ് ബോക്സുകളാണ് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഷോക്കേസിന് പുറകിലായിട്ടാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള കോർട്ട്യാർഡ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കോർട്ട്യാർഡിലെ വിശേഷങ്ങൾ കാണാം.
ഈ ഒരു സിങ് ചെയറിന് തൊട്ടപ്പുറത്തായിട്ടാണ് കേട്ടോ നമ്മുടെ കോർട്ട്യാർഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല മഴക്കാലത്തൊക്കെ മഴ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കോർട്ട്യാർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. താഴത്ത് പെബിൾസും ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ചുമരിൽ വിനൈൽ സ്റ്റിക്കറാണ് ഒട്ടിച്ചിരിക്കുന്നത് കേട്ടോ. ഒരു സീനറിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മുകളിലായിട്ട് റൂഫിന് പകരം ജാളി വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനിടയിലൂടെ മഴ പെയ്യുമ്പോൾ എല്ലാ വെള്ളവും അതിലേ വരും. ഈ ഒരു സിങ് ചെയറിലിരുന്ന് നമുക്ക് മഴ നന്നായിട്ട് ആസ്വദിക്കാം. ഫോർമൽ ലിവിങ്ങിനോട് ചേർന്ന് തന്നെയാണ് ഫാമിലി ലിവിങ്ങും കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫാമിലി ലിവിങ്ങിലാണ് TV യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തെ വിൻഡോസിനും സീബ്ര ബ്ലൈൻഡ്സ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഷോക്കേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഷോക്കേസ് കൊടുത്തിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ഒരു ഡബിൾ കോട്ടാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതാ ഇവിടെ ഒരാൾ സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ട്. നമ്മൾ ആളെ ഒന്നും ബുദ്ധിമുട്ടിക്കാതെയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കോട്ടിന് ഓപ്പോസിറ്റായിട്ടാണ് ഇവിടുത്തെ കബോർഡ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം റൂഫ് ഹൈറ്റ് വരെയുള്ള ഒരു സ്റ്റോറേജാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ടോയ്ലറ്റ് ഒരു ഹൈഡ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു കബോർഡിനുള്ളിൽ ആയിട്ടാണ് ടോയ്ലറ്റിൻ്റെ ഡോറ് കൊടുത്തിരിക്കുന്നത്. അലുമിനിയം ചാനൽ വെച്ചിട്ടാണ് ഈ കബോർഡുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂമിലെ ടോയ്ലറ്റ്. ഒരു വൈറ്റ് ആൻഡ് ഗ്രേ തീമിലുള്ള ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2x4 പെട്രിഫൈഡ് ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റാണ് സ്റ്റീലിൽ ചെയ്തിട്ട ഈ ഒരു സ്റ്റെയർ കേസ്. സ്റ്റെയർ കേസിൻ്റെ വിശേഷങ്ങൾ നമുക്ക് പിന്നീടാവാം. സ്റ്റെയർ കേസിൻ്റെ സൈഡിലൂടെ നമുക്ക് ഡൈനിങ്ങിലേക്ക് പോകാം. ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലെ വിശേഷങ്ങൾ കാണാം. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. 8 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ടേബിളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ടീക്ക് വുഡിലുള്ള ചെയറുകളും ഗ്ലാസ് ടോപ്പായിട്ടുള്ള ടേബിളുമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ കോമൺ വാഷ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ കോമൺ വാഷ്. ഒരു ഗ്രീൻ ടിന്നിലുള്ള അലുമിനിയം പ്രൊഫൈലുകളാണ് ഇവിടുത്തെ കബോർഡുകൾക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു പ്രിന്റഡ് പാറ്റേണുള്ള ടൈലുകളും കൊടുത്തിട്ടുണ്ട്. കോമൺ വാഷിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ കോമൺ ടോയ്ലറ്റും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് തീമിലുള്ള ടൈലുകളാണ് കോമൺ ടോയ്ലറ്റിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 2x4 പെട്രിഫൈഡ് ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കോമൺ വാഷിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ കിച്ചൺ ഉള്ളത്. കിച്ചന് ഗ്ലാസ് ഡോറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ കിച്ചൺ. കിച്ചണിലെ ഫ്ലോറിംഗ് വൈറ്റാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. കിച്ചണിലെ കൗണ്ടറുകളെല്ലാം അലുമിനിയം പ്രൊഫൈൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ടോപ്പായിട്ട് വൈറ്റ് മാർബിളാണ് കൊടുത്തിരിക്കുന്നത്. 2 കബോർഡുകൾക്ക് ഇടയിലായിട്ടാണ് വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വാളിൽ ഒരു വുഡൻ ഷെയ്ഡിലുള്ള ടൈലുകളാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഒരു ടോൾ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് ഗ്ലാസും സോളിഡും ആയിട്ടുള്ള ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഡബിൾ കളറിലാണ് കേട്ടോ കിച്ചൺ കബോർഡുകളെല്ലാം ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു കിച്ചൺ കണ്ടപ്പോൾ എന്തെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? ഇവിടെ ഒരാൾ ഒളിഞ്ഞിരിപ്പുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ് ഒളിഞ്ഞിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് നിവർത്തി വയ്ക്കാനും ആവശ്യം കഴിഞ്ഞാൽ അത് തള്ളി കബോർഡുകൾക്കിടയിൽ ഹൈഡ് ചെയ്ത് വെക്കാനും പറ്റാവുന്ന രീതിയിലുള്ള ഡിസൈനിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ.
ഫ്ലാറ്റുകളിലും ചെറിയ കിച്ചണുകളിലുമെല്ലാം അഡാപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡിസൈനും പാറ്റേണാണ് കേട്ടോ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ. കിച്ചനുള്ളിൽ നിന്നാണ് ഇവിടുത്തെ സ്റ്റോറിലേക്കുള്ള എൻട്രി. ഇതാണ് ഇവിടുത്തെ സ്റ്റോർ. അതിന് പുറകിലായിട്ടാണ് വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു വിറകടുപ്പും വാഷിംഗ് മെഷീനും ഒരു സിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വെന്റിലേഷന് വേണ്ടി ഈ ഭാഗത്തെല്ലാം ഗ്രില്ലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇതാണ് പുറത്തേക്കുള്ള ഡോറ്. ഡൈനിങ്ങിൻ്റെ അപ്പുറത്തായിട്ടാണ് ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം. ഇവിടെയും ഒരു ഡബിൾ കോട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമുകളെല്ലാം സിമ്പിളായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ പോയിരിക്കുന്നത്. ഇവിടെ ആയിട്ടൊരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും റൂഫ് ഹൈറ്റ് വരെയാണ് കബോർഡ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് സ്റ്റോറേജ് കിട്ടും. ഇതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ്. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് തീമിലുള്ള ടൈലുകളാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 2x4 വെട്രിഫൈഡ് ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫ്ലോറിങ്ങിലും ഗ്രേ ടൈലുകൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റെയർ കേസിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം. GI പൈപ്പിലാണ് ഈ ഒരു സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് ടീക്ക് വുഡ് പൊതിഞ്ഞിരിക്കുന്നു. ഹാൻഡ് റെയിലായിട്ട് GI റോഡും അതിന് മുകളിൽ ടീക്ക് വുഡ് റെയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. വോളിന് സൈഡിലായിട്ട് പ്രൊഫൈൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഡബിൾ ഹൈറ്റിൽ ഒരു CNC വർക്കും കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് CNC കട്ടിങ് ചെയ്തിരിക്കുന്നത്. വീടിനുള്ളിലേക്ക് മാക്സിമം ലൈറ്റ് വരാവുന്ന രീതിയിൽ എല്ലാ സൈഡിൽ നിന്നും വെന്റിലേഷൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റെയർ കയറി ചെല്ലുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ വിശാലമായിട്ടുള്ളൊരു ഏരിയയിലേക്കാണ്. ഇവിടെയും ഒരു സ്വിംഗ് ചെയർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയയിലുള്ള ഡബിൾ ഹൈറ്റ് ഏരിയ. ഈ ഒരു ഭാഗത്തും C ഷേപ്പിലുള്ള വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയറിലെല്ലാം ജിപ്സം പ്ലാസ്റ്ററിംഗ് ആണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് കണ്ടോ കളർ ഗ്ലാസ് കൊടുത്തിരിക്കുന്നത്? അത് എക്സ്റ്റീരിയറിന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് നമുക്ക് പുറത്ത് നിന്ന് കാണുമ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറയാം. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണി കാണാം. ഇതാണ് ഇവിടുത്തെ ബാൽക്കണി. ബാൽക്കണിയുടെ റൂഫിൽ ഫുള്ളായിട്ട് പർഗോള കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നേരത്തെ പറഞ്ഞ ഒരു കളർ ഗ്ലാസിൻ്റെ ഒരു പാറ്റേൺ. ഇത് കൂടുതൽ ഭംഗിയാവുന്നത് വൈകുന്നേരങ്ങളിൽ ലിവിങ് ഏരിയയിൽ ലൈറ്റ് ഇടുമ്പോഴാണ്. ആ ഒരു ഭാഗം ഞാൻ ഒരു ചെറിയൊരു പോർഷൻ ഇപ്പോൾ കാണിക്കാം. ഇത് നമ്മൾ ഈവനിങ്ങിൽ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ റൂമിൻ്റെ ഉള്ളിൽ വെളിച്ചം വരുമ്പോൾ ഈ കളർ ഗ്ലാസുകൾക്കുള്ളിൽ നിന്ന് പല നിറത്തിലുള്ള കളറുകൾ പുറത്തേക്ക് കാണാം. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണുള്ളത്. ഇവിടെയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡബിൾ കോട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് സ്റ്റീലിൻ്റെ കബോർഡാണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ ടോയ്ലറ്റ്. നമുക്കിനി ഈ ഒരു ടോയ്ലറ്റിൻ്റെ കാഴ്ചകൾ കാണാം. ഇവിടെയും ഒരു ഗ്രേ ആൻഡ് വൈറ്റ് തീമിലുള്ള 2x4 ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലത്തെ നിലയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ കാണുന്ന കാഴ്ചയാണ് കേട്ടത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ കോർട്ട്യാർഡിലേക്ക് വെള്ളം വീഴുന്ന ഒരു ഏരിയ. അതിങ്ങനെയാണ് ജാളി വർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ മഴ പെയ്യുമ്പോൾ വെള്ളം ഫുള്ളായിട്ട് താഴത്തേക്ക് വരും. ഈ ഒരു CNC വർക്കിൻ്റെ പാറ്റേൺ നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ. ഇതിന് മുകളിലും ഗ്ലാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഹാൻഡ് റെയിൽ കണ്ടോ, ഒരു കേർവ്ഡ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പിനെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ടീക്ക് വുഡാണ്. സെന്റിൽ 2350 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമാണ് കേട്ടോ ഈ ഒരു വീടിനുള്ളത്.
ഇതാണ് കേട്ടോ നമ്മുടെ അക്വേറിയത്തിൻ്റെ നൈറ്റ് വ്യൂ. മീനുകളെല്ലാം ഹൈഡായിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായും ലൈക്കായും രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.